പൂരവിശേഷങ്ങളിലേക്കാണ് ആദ്യം കടക്കുന്നത്. തൃശൂരിൽ പൂരം കൊട്ടിക്കയറുകയാണ്. വൈകിട്ടോടെ കുടമാറ്റത്തിന്റെ വർണ്ണക്കാഴ്ചകളിലേക്ക് നീങ്ങും. ആകെ വാദ്യമേളങ്ങളും ആവേശക്കാഴ്ചകളും നിറയുകയാണ് പൂരനഗരിയിൽ. നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റിയെത്തിയ ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ആവേശത്തോടെയാണ് പൂരപ്രേമികളും മാനപ്രേമികളും വരവേറ്റത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം തെക്കേ മഠത്തിൽ നടന്നു. അല്പസമയത്തിനകം ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, പൂരം കൊട്ടിക്കയറുകയാണ് തൃശൂരിൽ. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഇലഞ്ഞിത്തറ മേളത്തിന്റെ സമയമാണ്. എപ്പോഴായിരിക്കും മേളം ആരംഭിക്കുക? എങ്ങനെയാണ് അവിടുത്തെ പൂരക്കാഴ്ചകൾ? രഞ്ജിനി, അല്പസമയത്തിനകം തന്നെ ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. ഇപ്പോൾ ചെമ്പടമേളം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചെമ്പടമേളം കഴിഞ്ഞാൽ പിന്നെ നേരെ പാറമേക്കാവിൽ നിന്നും കിഴക്കേ നടവഴി ഇലഞ്ഞിത്തറയിലേക്ക് പോകുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ഇലഞ്ഞിത്തറ മേളമാണ്. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കഴിഞ്ഞ 24 വർഷമായി ഇലഞ്ഞിത്തറ മേളത്തിന് പ്രമാണിത്വം വഹിച്ചിരുന്ന പെരുവനം കുട്ടന്മാരാർ മാറി ഇത്തവണ കിഴക്കൂട്ട് അനിയന്മാരാണ് ഇലഞ്ഞിത്തറ മേളത്തിന് പ്രമാണിത്വം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാൻ നിരവധി ആളുകൾ നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ മറ്റെല്ലാ ചടങ്ങുകളും മാറ്റിവെച്ച് ഇലഞ്ഞിത്തറ മേളം കാണാൻ വേണ്ടി ഇലഞ്ഞിത്തറയിലേക്ക് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് വന്ന് അവരുടെ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഈ എടുത്തു പറയേണ്ടത് തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യവുമാണ്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം കാണാനും വലിയ ആയിരങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. എല്ലാം ഇനി ഇലഞ്ഞിത്തറ മേളത്തിലേക്കാണ്. രഞ്ജിനി പറഞ്ഞ പോലെ ഇലഞ്ഞിത്തറ മേളം കാണുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതോടൊപ്പം തന്നെ പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് അവിടെ ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പ്രമാണിത്വം വഹിച്ചുകൊണ്ടുള്ള പാണ്ടിമേളവും നടക്കും. ഈ രണ്ട് മേളങ്ങളും മേളത്തിന്റെ ഒരു സമയമാണ്. 2:30 തന്നെ ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. പിന്നീട് 3 മണിക്കൂറോളം നീളുന്ന ഇലഞ്ഞിത്തറ മേളം അത് കാണുക എന്നുള്ളത് തന്നെയാണ് പൂരത്തിലെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് തന്നെ പറയുന്നത്. പൂരത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ 24 വർഷമായി പെരുവനം കുട്ടന്മാരാരുടെ ഇലഞ്ഞിത്തറ പ്രമാണിത്വം വഹിക്കുന്ന ഇലഞ്ഞിത്തറ മേളമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇനി കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണിത്വം വഹിച്ചുകൊണ്ടുള്ള ഇലഞ്ഞിത്തറ മേളമാണ്. അതുകൊണ്ട് തന്നെ ഈ മേളം ആസ്വദിക്കാൻ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഫണി എന്ന് വിശേഷിപ്പിക്കുന്ന ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാൻ ആളുകൾ അവിടെ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആ പ്രദേശത്തേക്ക്, അതായത് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് ഇലഞ്ഞിത്തറയ്ക്ക് സമീപത്തേക്ക് ആർക്കും കടക്കാൻ കഴിയാത്ത അത്ര തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും കാത്തിരിക്കുന്ന കുടമാറ്റം. തിരുവമ്പാടിയുടെയും പാറമേക്കാവും എന്താണ് ഇത്തവണത്തെ പൂരത്തിന് സസ്പെൻസ് കാത്തുവെച്ചിരിക്കുന്നത്, എന്ത് കുടയാണ് സസ്പെൻസായി മാറ്റിയിരിക്കുന്നതെന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇവിടെ ചെമ്പടമേളം അതിന്റെ അവസാന കാലത്തേക്ക് കടക്കുകയാണ്. ചെമ്പടമേളം കഴിഞ്ഞാൽ പിന്നീട് എഴുന്നള്ളത്തോടുകൂടി ക്ഷേത്രത്തിനകത്തേക്ക് കടക്കും. അതോടുകൂടിയാണ് ഇലഞ്ഞിത്തറ മേളം തുടങ്ങുക. 2 സ്ഥലങ്ങളിലും മഠത്തിലൊരു പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ ഇപ്പോൾ ചെമ്പടമേളവും അതിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. പിന്നീട് പാണ്ടിമേളം 2 ക്ഷേത്രത്തിനകത്തും ക്ഷേത്രത്തിന് പുറത്തും. ക്ഷേത്രത്തിനകത്ത് നടക്കുന്നതാണ് ഇലഞ്ഞിത്തറ മേളം. ക്ഷേത്രത്തിന് പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ പ്രമാണിത്വത്തിൽ നടക്കുന്ന ഈ പാണ്ടിമേളം കാണാനും ആയിരങ്ങളാണ് എത്തുന്നത്. പിന്നീടാണ് വർണ്ണവിസ്മയം തീർക്കുന്ന കുടമാറ്റം. അതിനെല്ലാം കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടും കാണാൻ വേണ്ടി ഉള്ള കാത്തിരിപ്പിലാണ് ആളുകൾ. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ നെയ്തലക്കാവിന് വേണ്ടി എഴുന്നള്ളത്ത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ 2019 ശേഷം തൃശൂർ പൂരനഗരിയിൽ രാമൻ ആനപ്രേമികളെ പ്രേമിക്കുന്ന രാമൻ തെക്കേ നട തുറന്ന് പുറത്തേക്ക് വന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ആയിരങ്ങൾ രാവിലെ 8:20 നെയ്തലക്കാവിൽ നിന്നും എഴുന്നള്ളി 12 മണിയോടുകൂടി സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ സ്വരാജ് റൗണ്ട് എല്ലാം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയായിരുന്നു രാമനെ കാണാൻ വേണ്ടി. അത്രയേറെ ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം ഇത്തവണ രാമൻ പുറത്തേക്ക് വരുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി അത്രയേറെ ആളുകൾ കാത്തു നിന്നിരുന്നു എന്നുള്ളതാണ്. 10,000-കണക്കിന് ആളുകൾ, രാമന്റെ മാത്രം ആരാധകർ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, തീർച്ചയായും എന്തായാലും രാമനെ കാണാൻ അത്രത്തോളം ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. എന്തായാലും തൃശൂർ പൂരം ഇപ്പോൾ ചെമ്പടമേളവും മഠത്തിൽ വരവും അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. ഉടൻ തന്നെ ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമാകും. ഒപ്പം തന്നെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ ഇലഞ്ഞിത്തറ മേളം നടക്കുമ്പോൾ പുറത്ത് പാണ്ടിമേളവും നടക്കും. എന്തായാലും ആവേശത്തിലാണ്
പൂര നഗരം. ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കുറിച്ചായിരുന്നു പ്രസാദ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിന് എഴുന്നള്ളിയപ്പോൾ പൂരനഗരിയിലെ ആവേശം വാനോളമായിരുന്നു. ആരാധകർ ഏറെയുള്ള രാമനെ കാണാൻ പതിനായിരങ്ങളാണ് കാത്തുനിന്നത്. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. 2019 ശേഷം ആദ്യമായാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരച്ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നെയ്തലക്കാവിൽ നിന്നും രാമൻ ഇറങ്ങിയതു മുതൽ ആവേശത്തോടെ ആരാധകരും ഒപ്പം കൂടി. 2005 ശേഷം രാമൻ ഘടകപൂരത്തിന് എഴുന്നള്ളിയ ആദ്യ പൂരവും ഇതുതന്നെ. സ്വരാജ് റൗണ്ടിലെത്തിയപ്പോൾ രാമന്റെ ആരാധകർ ആർപ്പുവിളികൾ ഉയർത്തി ഗംഭീര വരവേൽപ്പ് നൽകി. പൂരത്തിനൊപ്പം എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കൂടി പൂരത്തിന് വന്നപ്പോൾ വളരെ തിരക്കായി. രാമന്റെ ആരാധകൻ കൂടിയാണോ? ഭാഗ്യമില്ല, തൊട്ടടുത്ത് നിൽക്കാനുള്ള ഭാഗ്യം തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളൊക്കെ രാമന്റെ ആരാധകരാണോ? എവിടെ? കോട്ടയത്ത്. വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി രാമൻ മടങ്ങിയപ്പോഴും പൂരനഗരിയുടെ ആവേശം രാമനായിരുന്നു. ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 തൃശൂർ. കൂടുതൽ പൂരവിശേഷങ്ങളിലേക്ക് വരാം. മറ്റു വാർത്തകൾ കൂടി വേഗത്തിൽ നോക്കാം. കോതമംഗലം വാടാട്ടുപാറയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സ്ലാബ് ദേഹത്തേക്ക് വീണ അതിഥി തൊഴിലാളി മരിച്ചു. ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മൊഫീജുൽ ഹക്കാണ് മരിച്ചത്. വാടാട്ടുപാറ മാവിൻചുവട് ഭാഗത്ത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടിന്റെ നിർമ്മാണം നടന്നുവരുമ്പോഴാണ് കോൺക്രീറ്റ് സ്ലാബ് വീണത്. ഉടനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കി വാത്തിക്കുടിയിൽ ആധുനിക അറവുശാല നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധം. ജനവാസ മേഖലയായ കള്ളിപ്പാറ കുരിശുപാറയിലാണ് അറവുശാലയ്ക്കായി പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ചരിത്ര സ്മാരകങ്ങളായ മുനിയറകളും ഉണ്ട്. കള്ളിപ്പാറയിൽ 2.5 ഏക്കർ സ്ഥലത്താണ് ആധുനിക അറവുശാല നിർമ്മിക്കാൻ പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തത്. ടൂറിസം പദ്ധതിക്കായി എന്ന വ്യാജനയാണ് സ്ഥലം ഏറ്റെടുത്തത് എന്നും പിന്നീട് ഇത് അറവുശാലയ്ക്കായി മാറ്റുകയായിരുന്നുവെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ഇങ്ങനൊരു സംഭവം ഒരിക്കലും ഞങ്ങൾക്ക് ഇവിടെ താല്പര്യമില്ല. കാരണം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരല്ലേ. ഇവിടെ ഒന്നാമത്തെ പുലി ഇറങ്ങി, ആന ഇറങ്ങി, പന്നി ഇറങ്ങി എന്നൊക്കെ ആൾക്കാർ പറയുന്നു. ഈ സംഭവം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ തെരുവ് നായികൾ മുഴുവനും അത് തന്നെയല്ലേ ഞങ്ങളുടെ കുടിവെള്ളമായത്. ഇത് ഞങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി എന്തുമാത്രം പൈസ മുടക്കി ഞങ്ങൾ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർ ഞങ്ങൾ ലോൺ വരെ എടുത്താൽ ഈ സംഭവം ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വെള്ളത്തിന് ഇവിടെ ദോഷം ചെയ്യാൻ ഈ പരിപാടി ഞങ്ങൾ ഇവിടെ സമ്മതിക്കുകയല്ല. ജനവാസ മേഖലയിൽ അറവുശാല അനുവദിക്കില്ല എന്നാണ് പ്രദേശവാസികളുടെ പ്രതികരണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുനിയറകളും ഇവിടെയുണ്ട്. അറവുശാല പദ്ധതിക്ക് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പിനുള്ള നീക്കമുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കുടിവെള്ള ടാങ്ക് ഇരിക്കുന്നത് ഇവര് കച്ചവടം ചെയ്ത സ്ഥലത്താണ് ഇരിക്കുന്നത്. കുളമുള്ളത് താഴ്ത്തു. അപ്പോൾ അതെല്ലാം പ്രശ്നമാണ്. മാലിന്യ ടാങ്കൊക്കെ ഇത് അറവുശാല വരുവാണെങ്കിൽ ഇതെല്ലാം പ്രശ്നമാണ്. ഇവിടെ നാട്ടുകാർ സമ്മതിക്കല്ലോ. എന്ന് പറയുന്ന ഒരാഴ്ച മുമ്പ് ഇങ്ങനെ പറഞ്ഞ അണക്കരക്കാർക്ക് അവർ താമസക്കാരാണെന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ പഞ്ചായത്തുമായിട്ട് മേടിച്ചെന്നും ഇങ്ങനെ ഫോണിൽ കൂടെ വന്നാണ് ഞങ്ങൾ കാണുന്നത്. പഞ്ചായത്തിന് 39 ലക്ഷത്തിന് കൊടുത്തെന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ ഇത് ടൂറിസത്തിനാണെന്ന് അന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പോൾ അറവുശാലയ്ക്കാന്ന് പറയുന്നത്. പഞ്ചായത്ത് ഏറ്റെടുത്ത ഭൂമിയിൽ ഒരു ശുദ്ധജല പദ്ധതിയുമുണ്ട്. ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ അറവുശാല സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 വാത്തിക്കുടി.
കോഴിക്കോട് കാരശ്ശേരി SK സ്മൃതി കേന്ദ്രത്തിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. ശോചനീയാവസ്ഥയിലായ കേന്ദ്രവും ചെറുപുഴയുടെ തീരമിടിഞ്ഞതും ലിൻഡോ ജോസഫ് MLA സന്ദർശിച്ചു. പല ദേശങ്ങളുടെ കഥ പറഞ്ഞ SK പൊറ്റക്കാടിന്റെ ഓർമ്മയ്ക്കായാണ് 2005 കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ചെറുപുഴയുടെ തീരത്ത് SK പൊറ്റക്കാട് സ്മൃതി കേന്ദ്രം നിർമ്മിച്ചത്. ആളുകൾക്ക് ഒത്തുചേരാനും സാംസ്കാരിക പരിപാടികൾക്ക് വേദിയൊരുക്കലുമായിരുന്നു ലക്ഷ്യം. എന്നാൽ കാലക്രമേണ കേന്ദ്രം ശോചനീയാവസ്ഥയിലായി. ചെറുപുഴയുടെ തീരമിടിഞ്ഞതോടെ കെട്ടിടം അപകട ഭീഷണിയിലുമായി. ഈ സാഹചര്യത്തിലാണ് ലിൻഡോ ജോസഫ് MLA ഇവിടം സന്ദർശിച്ചത്. സർക്കാരിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനാണ് പദ്ധതി. ഈ സ്ഥലത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ്. തീർച്ചയായിട്ടും അവരുടെ കൂടി സഹകരണം, അവരുടെ കൂടി സമ്മതത്തോടും കൂടി മാത്രമാണ് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ ഈ പ്രദേശത്തെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, നമ്മുടെ SK പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, ആ മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി, നേരത്തെ പറഞ്ഞതുപോലെ ടൂറിസം വകുപ്പിൻ്റെ വേണം, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണം, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വേണം, ഇതെല്ലാം കൂടെ ചേർത്ത് ആ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടു കൂടി എങ്ങനെയാണ് നമുക്ക് ഈ SK പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തെയും അതിൻ്റെ പരിസര പ്രദേശത്തെയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മുക്കംകടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിനുൾപ്പെടെ ഭീഷണിയായ തീരം കെട്ടിസംരക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ബഹുതരം സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തകരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് 18 മുക്കം. സ്കൂട്ടറിൽ ലോകം ചുറ്റി ഇറ്റാലിയൻ സഞ്ചാരി ഇലാരിയോ വെസ്പാൻഡ. മൂന്നാറിലെത്തിയ അദ്ദേഹം 33 വയസ്സുള്ള ഇലാരിയോ 2017 ഇറ്റലിയിൽ നിന്നും 1968 മോഡൽ ഇറ്റാലിയൻ വെസ്പ സ്കൂട്ടറിൽ ലോകയാത്ര ആരംഭിച്ചത്. 19 ലക്ഷമാണ് ഇതുവരെ ഇലാരിയോ സഞ്ചരിച്ചത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഫിൻലൻഡ്, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ആഫ്രിക്കയിലെത്തി. അവിടെ നിന്ന് ഏഷ്യയിലും, ഇസ്രയേൽ, ഈജിപ്റ്റ്, ഗൾഫ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശും സന്ദർശിച്ച് 3 മാസം മുമ്പ് വാഗ അതിർത്തി വഴിയാണ് ഇന്ത്യയിലെത്തിയത്. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളും സന്ദർശിച്ചു. തമിഴ്നാട് വഴിയാണ് കേരളത്തിലെത്തിയത്. ഇറ്റലിയിൽ സ്വന്തമായി ടൂറിസ്റ്റ് കോട്ടേജ് നടത്തുകയാണ് ഇലാരിയോ. It's my favorite place in India because it's fresh, it's green, the plantation, the people's nice. I really enjoy Kerala, especially here in Munnar, because the climate, because I really suffer the heat, but here it's cool. And I love, today I will go a little bit around, and I am a photographer too, so I will take a lot of pictures, and I will try to share around the world this beautiful place called Munnar. 10 വർഷത്തെ സമ്പാദ്യം സ്വരൂപിച്ചാണ് യാത്ര തുടങ്ങിയത്. അവിവാഹിതനായ ഇലാരിയോയ്ക്ക് തന്റെ ഭാര്യയും കാമുകിയുമെല്ലാം സന്തത സഹചാരിയായ വെസ്പ സ്കൂട്ടർ തന്നെ. 55 വർഷം പഴക്കമുള്ളതാണ് സ്കൂട്ടറെങ്കിലും യാത്രയിൽ എവിടെയും പ്രശ്നമുണ്ടായില്ല. താമസിച്ചതെല്ലാം ചെലവ് കുറഞ്ഞ സ്ഥലങ്ങളിൽ. 1.5 മാസം കൂടി ഇലാരിയോ ഇന്ത്യയിലുണ്ടാകും. ഇനി നേപ്പാളും ചൈനയുമാണ് ലക്ഷ്യം. അതുവഴി ഇന്തോനേഷ്യയിലേക്ക്. ഇനിയുള്ള 4 വർഷം കൊണ്ട് അമേരിക്കയും തെക്കേ അമേരിക്കയും സന്ദർശിച്ച ശേഷമായിരിക്കും സ്വന്തം നാട്ടിലേക്കുള്ള മടക്കം. ന്യൂസ് 18 മൂന്നാർ. വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ കരകൌശല വസ്തുക്കൾ നിർമ്മിക്കുകയാണ് തലശ്ശേരി കരിയാട് സ്വദേശിയായ കെ മനോഹരൻ. കോടതിയിൽ നിന്നും വിരമിച്ച ശേഷം വീട് നിറയെ താൻ നിർമ്മിച്ച വസ്തുക്കളുമായി ജീവിതം മനോഹരമാക്കുകയാണ് മനോഹരൻ. തലശ്ശേരി കോടതിയിൽ ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ചപ്പോഴാണ് ഇനിയുള്ള കാലം മനോഹരമാക്കാൻ എന്തു ചെയ്യുമെന്ന് മനോഹരൻ ചിന്തിച്ചത്. അങ്ങനെ മനസ്സിൽ വന്ന കാര്യമാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. വീട്ടിലെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് അത് സാധ്യമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആ വഴി തിരഞ്ഞെടുത്തു. ഷട്ടിൽ കോക്കിൽ നിർമ്മിച്ച പക്ഷി, പൊളിച്ച ഹെൽമെറ്റ് ഉപയോഗിച്ച് ആമ, കൊതുമ്പിൽ നിർമ്മിച്ച വള്ളംകളി, ഇങ്ങനെ നിരവധി വസ്തുക്കളാണ് മനോഹരൻ നിർമ്മിച്ചത്. വീട്ടാവശ്യത്തിന് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ കരകൗശല വസ്തുക്കളും ഏറെ ആകർഷണീയമാണ്. 100% പാഴായിട്ട് നമ്മൾ കളയുന്നത് ഉപയോഗമില്ല എന്ന് കരുതുന്നതിനെ ഞാൻ എടുത്ത് ഉപയോഗമാക്കുന്നു. അതിനെനിക്ക് ചെറിയ ചിലവ് വരുന്നത് അതിന് വേണ്ടത് ഗമ്മ്, പശ, അല്പം കളറ്. ഇത് തന്നെ കുട്ടികൾ ഉപയോഗിച്ച് വേസ്റ്റായത് തന്നെ എനിക്ക് ഒത്തിരി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു മുതൽ മുടക്കില്ലാതെ, സാമ്പത്തിക മുതൽ മുടക്കാതെ എൻ്റെ സമയം
കിട്ടാവുന്ന ഉപയോഗിച്ച് അതിലെൻ്റെ പൊതുജീവിതത്തിലുള്ള യാതൊന്നിനും തടസ്സമില്ലാത്ത തരത്തിൽ അതിൽ നിന്നും മെച്ചം വരുന്ന സമയം ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ വീട്ടിലെ ഒരു മുറി നിറയെ കരകൗശല വസ്തുക്കളാണ്. വീടിനു ചുറ്റും ജൈവ കൃഷിയും നടത്തുന്നുണ്ട്. വീട്ടുമുറ്റത്ത് മനോഹരമായ പൂന്തോട്ടവും വിശ്രമ ജീവിതകാലത്ത് മനോഹരൻ നിർമ്മിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പഠനത്തിലും ഒരു കൈനോക്കി. സൈക്കോളജിയിൽ PG ഡിപ്ലോമ നേടി. കരിയാട് നമ്പിയാർസ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് HM സതീലക്ഷ്മിയാണ് ഭാര്യ. ഗോകുൽ മനോഹരൻ, ഗീതാഞ്ജലി എന്നിവർ മക്കളാണ്. ന്യൂസ് 18 തലശ്ശേരി. പത്തനംതിട്ടയ്ക്കും ഇനി സ്വന്തം FM റേഡിയോ സ്റ്റേഷൻ. രാജ്യത്ത് FM റേഡിയോ പ്രക്ഷേപണം ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് പത്തനംതിട്ടയിലും ട്രാൻസ്മിറ്റർ തുറന്നത്. ആദ്യഘട്ടത്തിൽ 20 കിലോമീറ്റർ ചുറ്റളവിൽ അനന്തപുരി FM കേൾക്കാം. മുമ്പ് ദൂരദർശൻ സ്റ്റേഷനായിരുന്ന മണ്ണാമറയിലെ അനലോഗ് സെന്ററിലാണ് ആകാശവാണി FM നിലയം തുറന്നത്. രാജ്യത്ത് FM റേഡിയോ പ്രക്ഷേപണം ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തിൽ 91 പുതിയ നിലയങ്ങൾ തുറന്നതിന്റെ ഭാഗമായാണ് പത്തനംതിട്ടയിലെ സ്റ്റേഷനും. ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായാണ് നിർവഹിച്ചത്. ऑल इंडिया रेडियो की FM सर्विस का एक्सपांशन ऑल इंडिया FM बनने की दिशा में एक बड़ा और महत्वपूर्ण कदम है. ആദ്യഘട്ടത്തിൽ അനന്തപുരി FM നിലയത്തിലെ പരിപാടികളാണ് ലഭിക്കുക. രണ്ടാം ഘട്ടമായി സ്വന്തം പരിപാടികൾ തുടങ്ങുകയും സേവന പരിധി 60 കിലോമീറ്ററായി ഉയർത്തുകയും ചെയ്യും. ആദ്യം ഇതിന്റെ ട്രാൻസ്മിഷൻ പരിമിതമായ സൗകര്യങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. പക്ഷേ താമസമിന ഇതൊരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള FM സ്റ്റേഷനായി മാറി 60 കിലോമീറ്റർ റേഡിയസ് എന്ന് വെച്ചാൽ എൻഡിആർ പത്തനംതിട്ട ജില്ലയും അതോടൊപ്പം ഗവി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന രീതിയിലാണ് 101.0 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിലാണ് പ്രക്ഷേപണം. രാവിലെ 5:30 മുതൽ രാത്രി 11:05 വരെയാണ് പരിപാടികൾ. FM സ്റ്റേഷൻ നേരത്തെ തന്നെ സജ്ജമായിരുന്നെങ്കിലും ഇന്ത്യയിലെ 91 സ്റ്റേഷനുകളും ഓൺലൈനായി ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് കാലതാമസമെടുത്തത്. കായംകുളത്തും FM സ്റ്റേഷൻ പുതുതായി പ്രവർത്തനം ആരംഭിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി നോക്കാം കാർഷിക കേരളം. കാസർഗോഡ് കാരാട്ടുവയലിൽ പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ ഇറക്കിയ കൃഷിയിൽ 100 മേനി വിളവ്. ഡോക്ടർമാർ മുതൽ അധ്യാപകർ വരെയുള്ളവരുടെ കൂട്ടായ്മയാണ് വർഷങ്ങളായി തരിശുപാടത്ത് നെൽകൃഷി ഇറക്കിയത്. ഒരു കാലത്ത് കാസർഗോഡിന്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു കാഞ്ഞങ്ങാടിന് സമീപത്തുള്ള കാരാട്ടുവയൽ. പതിറ്റാണ്ടുകളായി തരിശിട്ട പാടത്താണ് ഒരു കൂട്ടം പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത്. അധ്യാപകർ, എഞ്ചിനീയർമാർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ, LIC ഉദ്യോഗസ്ഥർ, ടാക്സ് പ്രാക്ടീഷണർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഇതിനായി മുന്നിട്ടിറങ്ങി. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബാണ് ആശയത്തിന് പിന്നിൽ. കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ കൂട്ടായ്മ. കേരള ഗവൺമെന്റ് നമ്മളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബിലെ മുഴുവൻ മെമ്പർമാരും ഇതിനോട് പൂർണ്ണ മനസ്സോടെ സഹകരിച്ചിട്ടുണ്ട്. കാരാട്ടുവയലിലെ 5 ഏക്കറിൽ അറ്റ്ലസ് നെൽവിത്ത് ഉപയോഗിച്ച് പൂർണ്ണമായും ജൈവരീതിയിലായിരുന്നു കൃഷി. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പരിപാലന ചുമതല കൂട്ടായ്മ തന്നെ ഏറ്റെടുത്തു. പ്രദേശത്തെ ജലദൌർലഭ്യത വെല്ലുവിളി ഉയർത്തിയെങ്കിലും കൃഷിയെ ബാധിച്ചില്ല. വരും വർഷങ്ങളിൽ കൂടുതലിടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവരുടെ കൂട്ടായ്മ. ന്യൂസ് 18 കാസർഗോഡ്.